ക്യാമിയോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ മനസ്സിലൊരു സാധനമുണ്ട്, റോളക്സ്. ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത ഒരു രീതി ശരിയല്ല. പുള്ളിയെ ഒരു കോമാളിയാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. നാടകമൊക്കെ സ്കൂളിൽ ചെയ്യേണ്ട പോലെ രാജു വന്നു അല്ലേ, ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. ഒരാൾ വരുമെന്ന് വിചാരിച്ച് കണ്ടു, ഒരാൾ വന്നു കൊന്നു കണ്ടു പോയി. കോമഡി പീസായിട്ടാണ് തോന്നിയത്. ഓസ്ലർ നല്ല പടമാണ്, നല്ല സിനിമയാണ്, നല്ലൊരു ത്രില്ലറാണ്. പിന്നെ എല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേകതരം ഒരാളുടെ ക്യാമിയോ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. അത് വളരെ ഉഷാറായിട്ടുണ്ട്, വളരെ അധികം നന്നായി ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു ത്രില്ലർ സിനിമ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഞ്ചാം പാതിര പോലെ ഭയങ്കര ഒരു സൈക്കോ സീരീസ് ത്രില്ലർ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. പിന്നെ ഇതിൽ പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി മറ്റേ ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് കേട്ടറിയാം നമുക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പോൾ ഈ സിനിമ തുടക്കത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോഴും നമ്മളുടെ മനസ്സിലുണ്ട് ഇതാരായിരിക്കും, അയാളാണ്. നമ്മളെ മനസ്സിലത് കിടക്കണോണ്ട് തന്നെ നമുക്കതൊരു സസ്പെൻസ് എലമെൻ്റ്. നമുക്കറിയാം ഇന്ന ആൾ വരും, ഇന്ന അതാണ്. അത് മനസ്സിട്ട് കാണുമ്പോൾ നമുക്കത് അഞ്ചാം പാതിരയൊന്നും അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ അവസാനം വരെയും ത്രില്ലടിച്ച് പോയൊരു സംഭവം. ഇത് നമുക്കറിയാം എപ്പോഴായാലും. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ വന്നാലും ഫസ്റ്റ് ഹാഫിൽ വന്നാലും നമ്മളെ മനസ്സിലുണ്ട് ഒരാൾ വരുമെന്ന്. അയാൾ വന്ന് സിനിമ കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ സിനിമ. ഒരാൾ വരുമെന്ന് വിചാരിച്ച് കണ്ടു, ഒരാൾ വന്നു കൊന്നു കണ്ടു പോയി, ഇത്രേ ഉള്ളൂ. ഇത്ര ഹൈപ്പ് കൊടുത്തോണ്ടല്ലേ ഇത്ര ആൾക്കാർ ഈ സിനിമയ്ക്ക് വന്നത്. അപ്പോൾ അത് ഒരു ബിസിനസ്, ഇതെല്ലാം ബിസിനസ്. അല്ലാതെ സിനിമ എൻ്റെ ഒരു ഇതിൽ ഇതൊരു ആവറേജ് പടം. ഈ ഓവർ ഹൈപ്പ് സത്യം പറഞ്ഞാൽ ഒന്നും കൊടുക്കാതെ മിണ്ടാതെ ഒരു സിനിമയായിട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ കൂടെ ആൾക്കാരിൽ വേറെ രീതിക്ക് അത് എത്തുമായിരുന്നു. ആൾക്കാർ ഒരുപാട് പ്രതീക്ഷ വന്ന് ആൾക്കാർക്ക് ആ ഒരു നിരാശ കണ്ടുപോയ പലർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ക്യാമിയോ ചെയ്ത ആൾക്ക് നല്ലൊരു മഹാനടനാണ്. പക്ഷേ വേറെ ചെറിയ ആരെങ്കിലും നടനെ വിട്ട് ചെയ്യിച്ചാൽ മതിയായിരുന്നു. ആ ഒരു ക്യാരക്ടർ ഒരു ഡെപ്ത് ഇല്ല. ആ ക്യാരക്ടറിൻ്റെ ഒരു ബിൽഡിങ് പോലും അത്ര ഇതായില്ല. ഒന്നാമത്തായിട്ട് നമ്മുടെ ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടർ അത് ബിൽഡ് ചെയ്ത ഒരു രീതി ശരിയല്ല. അത് സിനിമയിൽ പുള്ളിയെ ഒരു കോമാളിയാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അതിൻ്റെ ഫ്ലാഷ് ബാക്ക് എടുത്ത കുറച്ച് സീനുണ്ട്. ഫ്ലാഷ് ബാക്ക് അത്രയും കാണിക്കുന്നത് അത് നമ്മൾ സഹിച്ചിരിക്കണം. അത്രയും കട്ട് ചെയ്ത് കളഞ്ഞാൽ സിനിമ കുറച്ചും കൂടി എൻഗേജ് ആയിരിക്കും. ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ചിരിക്കുന്ന അത്രയും നമുക്ക് ഭയങ്കര ഡ്രാമാറ്റിക് ഫീൽ ചെയ്ത്, അതായത് നമ്മൾ സ്കൂളിലൊക്കെ നാടകമൊക്കെ ചെയ്യില്ലേ, ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഫ്ലാഷ് ബാക്കും അതിൽ ചെയ്ത ആൾക്കാരുടെയൊക്കെ ഒരു തോന്നിയത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാധനം ക്യാമിയോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ മനസ്സിലൊരു സാധനമുണ്ട്, റോളക്സ്. ഉദാഹരണത്തിന് അതുപോലെ ഒരു ക്യാമിയോ, ഇപ്പം മമ്മൂട്ടി ആയിക്കോട്ടെ, ആര് ക്യാമിയോയ്ക്ക് വന്നാലും അത്രയ്ക്കൊരു ഡെപ്ത് ആ ക്യാരക്ടറിന് വേണം. ഇത് ആ ഒരു ഡെപ്ത് സത്യം പറഞ്ഞാൽ മമ്മൂട്ടി തന്നെ ഗസ്റ്റ് വന്ന ആ ഒരു റോളിന് എനിക്ക് തോന്നിയില്ല. എനിക്കതൊരു അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കേട്ടപ്പോൾ എനിക്കൊരു കോമഡി പീസായിട്ടാണ് തോന്നിയത്. അത് ഒരു വന്ന സീന് അടിപൊളിയായിരുന്നു, പക്ഷേ ആ ഒരു ക്യാരക്ടറെ ബിൽഡ് ചെയ്തത് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ എടുത്തു പറയാൻ ജയറാമേട്ടൻ കുറച്ച് പെരുക്കി പിടിച്ച ആ ഒരു ക്യാരക്ടറെ ആവാഹിച്ച് ചെയ്തുന്നുണ്ട്. അതല്ലാതെ സിനിമയുടെ കഥ പശ്ചാത്തലമൊക്കെ ഓക്കെ. പിന്നെ ഭയങ്കര ലാഗായിപ്പോയി. നമുക്ക് എവിടെയൊക്കെയോ എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സംഭവം നല്ലൊരു സാധനം ആവുമായിരുന്നു. കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഒന്ന് ഫ്ലാഷ് ബാക്ക് ഭയങ്കര ലാഗ്. ഫ്ലാഷ് ബാക്ക് ചെയ്തിരിക്കുന്നത് നമ്മളൊരു നാടകമൊക്കെ സ്കൂളിൽ ചെയ്യേണ്ട പോലെ രാജു വന്നു അല്ലേ, ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. അല്ലാതെ സിനിമ ഓക്കെയാണ്. പിന്നെ ക്ലൈമാക്സ് എനിക്കത്ര സുഖിച്ചില്ല. ക്ലൈമാക്സ് മമ്മൂട്ടിയൊക്കെ നമ്മൾ വിചാരിക്കണം ഇപ്പം എന്തോ സംഭവിക്കും, ആകാശത്ത് നിന്ന് ഇടിമിന്നലേക്കും, അങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു, അതൊന്നും കിട്ടിയില്ല.